ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുർമി വേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊറോണ ഒക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്, ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങാറില്ല. നിങ്ങളതേപോലെ സേഫ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പിക്കിളായിട്ടാണ്. പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാർ, അത് നാരങ്ങ അച്ചാറാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു അച്ചാറാണിത്. അത് നല്ല ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് അച്ചാറാണിത്. അപ്പം ഞാൻ എൻ്റെ ഉമ്മച്ചിയോട് പറഞ്ഞു നമുക്കിതൊന്ന് വ്യൂവേഴ്സിനായിട്ട് ഷെയർ ചെയ്താലോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നിൽക്ക് ഒരു മിനിറ്റ്. നമ്മുടെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നാരങ്ങയുടെ തൊലിയാണ്. നാരങ്ങയുടെ തൊലി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഇത് ഒഴിവാക്കാറുണ്ടാവും അല്ലേ, നാരങ്ങയുടെ തൊലി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാരങ്ങയുടെ യൂസ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നിങ്ങൾക്ക് ഒരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാം. ഞങ്ങളിപ്പോൾ ഇത് ഉപ്പും വിനീഗറും ചേർത്ത് കുറച്ച് ദിവസം വെച്ചതാണ്. അതേപോലെ നിങ്ങളും വെക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിരിക്കും, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആരും നാരങ്ങയുടെ തൊലി വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളി വേണം. ഒരു ഇല്ലല്ല, ഫുള്ള് വെളുത്തുള്ളി വേണം. അതിനായി ഇവിടെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്യാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് 1/2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. നമുക്കിതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പൊക്കെ ഇതിൽ മെൽറ്റാകുന്ന വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം, ആ മസാലയൊക്കെ ഈ നാരങ്ങയിൽ പിടിക്കുന്ന വരെ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തെടുക്കണം, കാരണം നേരത്തെ ഉപ്പ് മതിയായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചേർത്തെടുക്കാണ്. ഇപ്പോൾ ഇത് 2-3 മിനിറ്റ് ഞങ്ങൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ബോയിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കാരണം അത്രക്കും വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഉപ്പിലിട്ട നാരങ്ങ ആയതുകൊണ്ട് അത്രക്കും ആവശ്യമില്ല. അപ്പോൾ ഇത്ര മാത്രം മതി. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അച്ചാറിന് സ്വാദ് കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻറ്റ് 1/4 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ. അത് രണ്ടും വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നാരങ്ങയുടെ തൊലി ഇട്ടച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് ഉപ്പും വിനേഗറും കൂടി കൂടിയ വെള്ളമാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ യമ്മിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാർ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കൊതിയാവുമല്ലേ? എന്തൊരു അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ യമ്മിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ നാരങ്ങയുടെ തൊലി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതേപോലെ അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ. പിന്നെ ഈ അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാൻ ടൈമായി. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ശരി, ബൈ. അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.